നമ്മളിപ്പോ ഈ പോണ റൂട്ടില് നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരും. നമുക്ക് വണ്ടി കംപ്ലൈന്റ് ആവും, ടയർ പ്രശ്നങ്ങൾ വരും, എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കും. അപ്പൊ നമുക്ക് കമ്പനിയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടാറുണ്ടോ? ഇത് ഇപ്പൊ നമ്മൾ ഈ ജോലി ചെയ്യുന്ന LMR എന്ന് പറയുന്ന കമ്പനി 800 കൂടുതൽ വണ്ടിയുള്ള കമ്പനിയാണ്. അതായത് ഈ പോകുന്ന ലൈനിലെല്ലാം നമ്മളെ കമ്പനി വണ്ടി ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പൊ ഇത് ഒരാളല്ല, ഇത് കമ്പനി മാനേജർമാര്, ഓരോ വണ്ടി നോക്കാൻ ആൾക്കാര്, എത്ര വണ്ടിക്ക് ഒരു മാനേജർ, അങ്ങനെ എല്ലാ സംവിധാനമുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് കഴിഞ്ഞ ട്രിപ്പ് ഞാനാണെങ്കിൽ പോയത് വെസ്റ്റ് ബംഗാളിലെ ട്രിപ്പ് പോയത്. അപ്പൊ എന്റെ ഇപ്പൊ കൂടെയുള്ള മറ്റേ മരണം എന്ന് പറഞ്ഞ ചേട്ടനും മറ്റേ ബീഹാറിലുള്ള രണ്ടീറും അവർ ഒരുമിച്ച് പോകുമ്പോ കട്ടക്കിന് കഴിഞ്ഞ് ബാലസൂരിന് മുന്നേ വെച്ച് നമ്മുടെ കൂടെ ഉള്ള ഒരു അണ്ണന്റെ വണ്ടി, അപ്പൊ ഞാൻ ആ സമയത്ത് വിശാഖപട്ടണത്താണ് നിൽക്കുന്നത്. വണ്ടി ആക്സിഡന്റ് ആയി പുള്ളിയുടെ ഒരു വിരല് കട്ടായി, കൈ മുഴുവൻ ഡാമേജ് ആയി, നല്ല അപകടം പറ്റി. വണ്ടിക്ക് നല്ല അടിപ്പെട്ടു, ആകെ നല്ല പരിക്ക് പറ്റി. കമ്പനി ഉടൻ തന്നെ ഇവര് ഈ നമ്മുടെ എല്ലാ വണ്ടിയുടെ മൂവ്മെന്റും കമ്പനി നോക്കിക്കൊണ്ടിരിക്കുക, GPS നോക്കിക്കൊണ്ടിരിക്കുക. ആ ലൈനിൽ ഏതൊക്കെ വണ്ടിയാണ് വന്നോണ്ടിരിക്കുന്നത്, വണ്ടി എത്ര ഹാൾട്ട് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം കമ്പനി നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവരെ ഈ അപകടം പറ്റിയ സ്ഥലത്തോട്ട് അടുത്ത് നിൽക്കുന്ന ഇവർ രണ്ടുപേരുമായിരുന്നു. ഉടൻ തന്നെ കമ്പനി ഇവരെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞ് ഇന്നടുത്ത് വണ്ടി നിർത്തിയിട്ട് നിങ്ങൾ അവർ ലൊക്കേഷൻ കൊടുത്തു, ഇന്നടുത്ത് എന്നിട്ട് ഈ ആളവിടെ ആക്സിഡന്റ് ആയി കിടപ്പുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഉടൻ തന്നെ കമ്പനിക്ക് നിലവിൽ അവിടെ ഉള്ള കമ്പനിയുടെ സ്റ്റാഫായിട്ടുള്ള ആൾക്കാരെ പറഞ്ഞുവിടാൻ സാധിക്കുന്നത്, അല്ലാണ്ട് അവിടെ വേറെ ആരാ ഉള്ളത്. ഉടൻ തന്നെ അവരെ പറഞ്ഞു വിട്ടു. അവര് എന്നും അവിടെ ചെന്ന ആളുടെ സിറ്റുവേഷൻ മോശമാണെന്ന് കണ്ടു, ആളെ ആംബുലൻസ് കയറ്റി കട്ടക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അതിനുശേഷം കമ്പനി അന്ന് വൈകുന്നേരം രാത്രി ആയപ്പോഴത്തേന് ഞാൻ ഓൾറെഡി ആ റൂട്ടിൽ വന്നിട്ട് കമ്പനി എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം മേടിച്ചോണ്ട് കട്ടക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ വണ്ടി കൊണ്ട് അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ സൈഡിൽ കൊണ്ട് സൈഡാക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോയി. അവരെ കണ്ടു. ഞങ്ങൾ 2-3 ദിവസം അവരുടെ ബന്ധുക്കൾ വന്നിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോയിരുന്നത്. അവിടെ വെച്ച് ഓപ്പറേഷൻ എല്ലാം ചെയ്തു. ആള് നാട്ടിലേക്ക് പോയിച്ച് നല്ല പരിക്കുണ്ട്, റിക്കവർ ആയിക്കൊണ്ടിരിക്കും. അപകടമൊക്കെ ഉണ്ടായാല് വണ്ടിക്ക് കംപ്ലൈന്റ് ഒക്കെ വന്നാല് കമ്പനി അതിന്റെ കാര്യങ്ങളുമായിട്ട് അടുത്തടുത്തുള്ള ലൊക്കേഷൻ കാണിച്ചു. പിന്നെ സ്റ്റാഫിന്റെ കാര്യങ്ങൾ ഒരു കമ്പനി കൃത്യമായിട്ട് നോക്കുന്നില്ലെങ്കിൽ ആ കമ്പനി സ്റ്റാഫ് ജോലി ചെയ്തില്ലല്ലോ. അതും ഇതിപ്പോ നാഷണൽ പെർമിറ്റ് വണ്ടി ഇത്ര സ്റ്റേറ്റുകൾ ഓടാൻ തയ്യാറായിട്ടുള്ള ഡ്രൈവർമാർ വേണം. ഇതുപോലത്തെ ഹെവി ആയിട്ടുള്ള, ഇപ്പൊ ഹെവി ലൈസൻസ് എന്ന് പറഞ്ഞാലും ഇച്ചിരി വലിയ വണ്ടി ഓടിച്ച് പരിചയമുള്ള, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാടിനാണേലും ഈ 16 വീൽ വണ്ടിയൊക്കെ ഓടിക്കാൻ നമ്മൾ വേക്കൻസിക്ക് എന്നാൽ ഉടനെ അവർ ചോദിക്കും 16 വീൽ വണ്ടി ഓടിച്ച് പരിചയമുണ്ടോ ചോദിക്കും, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ ചോദിക്കും. അപ്പൊ 800 വണ്ടി 900-1000 വണ്ടിയൊക്കെ കമ്പനിയിൽ അത്ര ഡ്രൈവർമാർ വേണം. വണ്ടി ഓടാതെ കിടന്ന കമ്പനിക്ക് ലോസാ. അത് സംഭവിച്ചായിരിക്കണമെങ്കിൽ എപ്പോഴും ഡ്രൈവർമാരും, അപ്പൊ എപ്പോഴും നമ്മുടെ കമ്പനിയിലേക്ക് എപ്പോഴും വേക്കൻസി ഉണ്ട്. ഒരാളെ ലീവിന് പോയാൽ എപ്പോഴും വണ്ടികൾ കാണും.